നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനകത്ത് അലക്കുമ്പോൾ വാഷിംഗ് മെഷീൻ ഒരു സൈഡിലോട്ട് മാത്രം റൊട്ടേറ്റ് ആവുന്നു എന്ന കംപ്ലയിൻറ്റ് റിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. റിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ കംപ്ലയിൻറ്റ് വരാനായ കാരണം ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇത് ഒരു പാർട്ട് 2 വീഡിയോ ആണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണുമല്ലോ. അതായത് ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഉണ്ട്. ഈ വാഷിംഗ് മെഷീൻ ഒരു സൈഡിലോട്ട് മാത്രം റൊട്ടേറ്റ് ആവുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാരണം നമ്മൾ പാർട്ട് 1 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത്. സോ ഗൈസ്, ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഗൈസ്, ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗൈസ്, ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ടൈമർ കേടായത് കൊണ്ടാണ്. ഈ ടൈമർ അഴിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഈ ടോപ്പ് കവർ അഴിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ഈ സൈഡിലും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും എല്ലാം സ്ക്രൂസ് ഉണ്ടായിരിക്കും. ആ സ്ക്രൂസ് എല്ലാം നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ അഴിച്ചെടുക്കുന്നത്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് വാഷിംഗ് മെഷീൻ്റെ ടൈമർ. ഈ ടൈമറിന് 4 വയറുകളാണ് ഉണ്ടായിരിക്കുക പൊതുവെ. ചില വാഷിംഗ് മെഷീനുകൾക്ക് 5ഉം 6ഉം എല്ലാം ഉണ്ടായിരിക്കും. ഇതിൽ 3 വയറുകളാണ് നമുക്ക് വളരെ അത്യാവശ്യമായ വയറുകൾ. അതായത് വാഷിംഗ് മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യിക്കുന്നതും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ സപ്ലൈ കൊടുക്കുന്നതും, അങ്ങനെ 3 വയറുകളാണ് നമുക്ക് വളരെ അത്യാവശ്യം. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് മാറ്റി വെക്കുന്നതിന് വേണ്ടി നിങ്ങളിപ്പോൾ കണ്ട ടൈമർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കംപ്ലയിൻറ്റ് ശരിയാകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.